മനുഷ്യ കോതമംഗലത്തെ 23-കാരിയുടെ മരണം ആദ്യം മുതലേ തന്നെ പല രീതിയിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. അതിന് കാരണം ആത്മഹത്യ ചെയ്ത സോനിയുടെ കുടുംബം തന്നെ അതിനകത്ത് കൃത്യമായി നിലപാട് പറഞ്ഞിരുന്നു. മതപരിവർത്തനം, അതായത് നിർബന്ധിതമായിട്ട് മതം മാറാൻ രീതിയിലുള്ള ഒരു പ്രേരണ നൽകിക്കൊണ്ടിരുന്നു. അതിന്റെ പേരിലായിരുന്നു ഇത്രയും വലിയ ദ്രോഹങ്ങൾ റമീസ് സോനിയോട് ചെയ്തത്. അതിൽ മനംനൊന്താണ് ആത്മഹത്യ ചെയ്തതെന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇത്രയും കൃത്യമായി ആത്മഹത്യാക്കുറിപ്പിലുമുണ്ട്, അതുപോലെ തന്നെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. സോനെ ഇതിനകത്തെല്ലാം കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കെ ഇതിനകത്ത് ഇവിടെ തന്നെ പോലീസ് ഈ ഒരു നിർബന്ധിത പരിവർത്തനത്തിന് കേസ് എടുത്തിട്ടില്ല എന്നുള്ളത് ആശങ്കയുളവാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല NIA അടക്കം ഈ ഒരു കേസിലെ ഭാഗമാകണമെന്നാണ് ഇപ്പോൾ കുടുംബം നിർദ്ദേശിക്കുന്നത്. അത് ന്യായപരമായിട്ടൊരു കാര്യമായിട്ട് തോന്നുന്നു. കാരണം ഇത് നമ്മുടെ രാജ്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായി മാറുന്നു. സോനയുടെ കുടുംബം ഇത്തരത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ട് പോലും ഇതിനകത്ത് നമുക്ക് എന്ത് പറയാനാണ്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലും ഒരു ഇത് വരുന്നില്ല. പോലീസ് അടക്കം ഇതിനകത്ത് ഇതിന്റെ ഗുരുതര വശം ചികങ്ങി പോകാതെ ഒരു ആത്മഹത്യയായിട്ട് മാത്രം ഒതുക്കാൻ നോക്കുന്നു എന്ന് പറയപ്പെടുന്നു. അതിനിടയിലാണ് ഇപ്പോൾ സീറോ മലബാർ സഭ ഇതിനകത്ത് കൃത്യമായ നിലപാട്, ഇതിൽ NIA അന്വേഷണം വേണമെന്ന ആവശ്യവുമായിട്ടൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഇത് നേരത്തെ പറയുമ്പോൾ രാജ്യത്തെ തന്നെ ബാധിക്കാൻ പോകുന്ന വലിയൊരു വിഷയമാകാനുള്ള സാധ്യതയാണ്. കാരണം ഇത്തരത്തിലുള്ള വേരുകൾ ഇവിടെ കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ നമ്മൾ കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് പേർ മിശ്രവിവാഹം നടത്തുന്നുണ്ട്. എന്നാൽ പോലും എത്രത്തോളം ഗുരുതരമാണ്. ഇപ്പോൾ പല സ്വകാര്യത, ഇപ്പം നമുക്കറിയാം കല്യാണം കഴിഞ്ഞാൽ സ്വകാര്യതയാണ്, എന്നാൽ പോലും പലരും അങ്ങോട്ട് ചികങ്ങി പോകാറില്ല. എന്നാൽ പോലും നമുക്കിതിൻ്റെ ഗുരുതര വശങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് മനുഷ്യക്ക് ഇതിനകത്ത് ഒന്ന് നോക്കൂ, ഇത് ലവ് ജിഹാദ് എന്നുള്ളൊരു ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ഇത് ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ ലവ് ജിഹാദ് എന്ന് പറയുന്നത് മുസ്ലിം പുരുഷന്മാർ സ്ത്രീകളെ അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ആസൂത്രിതമായി പ്രണയിക്കുന്നു, അതിനുശേഷം മതം മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു ഇൻഡിവിജ്വലിന് അങ്ങനെ ലവ് ജിഹാദ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യമൊക്കെ അവിടെ നിലനിർത്തിയാണ് ഇത് ചർച്ച പ്രധാനമായും വരുന്നത്. ഇവിടെ നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് വന്നിട്ടുള്ളത്. ഇതിൽ ഈ സോനിയുടെ സഹോദരൻ പോലീസിനും മാധ്യമങ്ങൾ കൊടുത്ത മൊഴി ലൈവായി കേൾക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം പറഞ്ഞിരുന്ന ഒരേ ഒരു കാരണം, സോനയ്ക്ക് റമീസിനോട് പ്രണയമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ മതം മാറ്റത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. പക്ഷേ സോനയുടെ അച്ഛൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് മരിക്കുന്നത്. അപ്പം അച്ഛൻ മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഇങ്ങനെ മതം മാറുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പം വീട്ടുകാർ അതിനെ എതിർത്തിരുന്നില്ല. ആകസ്മികമായാണ് സോനയുടെ അച്ഛൻ മരിക്കുന്നത്. തുടർന്ന് വരുന്ന ഘട്ടത്തിൽ വീട്ടുകാർ പറയുന്നു അച്ഛൻ മരിച്ചതല്ലേ ഉള്ളൂ, 1 വർഷത്തിനുള്ളിൽ മാത്രമേ വിവാഹം നടത്താൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നു. റമീസിൻ്റെ അടുത്ത് ഇങ്ങനെ മതം മാറാമെന്നൊരു മനസ്സോടുകൂടി സോന നിൽക്കുന്ന സമയത്താണ് റമീസിന്റെ അനാശാസ്യ പ്രവർത്തനത്തിന് പിടിക്കുന്നത്. അതോടുകൂടി സോന തീരുമാനമെടുത്തു. റമീസിനോട് അഗാധമായ പ്രണയം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ബന്ധം ഉപേക്ഷിക്കുന്നില്ല, പക്ഷെ മതം മാറാൻ താൻ തയ്യാറല്ല എന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ റമീസിന്റെ നിർബന്ധം കൊണ്ടാണ് സോന മതം മാറാൻ സമ്മതിച്ചെന്നത് വ്യക്തമാണ്. തുടർന്ന് എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ, അതായത് 2 മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ നാട്ടിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്1 മാസം മുൻപേ കത്തിടേണ്ടതുണ്ട്. അത് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് നമ്മുടെ നോട്ടീസ് ഇട്ട് അതിനൊക്കെ ശേഷമാണ് 2 സാക്ഷികളെ വെച്ച് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് വിളിച്ചിട്ട് നാളെ രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷെ അതിലും തെറ്റിദ്ധരിപ്പിച്ച് സോനയെ കൊണ്ടുപോയി വീട്ടിൽ പൂട്ടിയിട്ട് റമീസിന്റെ മാതാപിതാക്കൾ അടക്കം ഈ കുട്ടിയെ മർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ സോനയുടെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോകുന്നത്, ഞാൻ റമീസിൻ്റെ കൂടെയാണ് പോകുന്നതെന്ന്. സോനയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും വീട്ടിലെറിഞ്ഞാൽ സോന റമീസിൻ്റെ കൂടെയാണ് പോയതെന്ന് മനസ്സിലായാൽ വീട്ടിലിട്ട് മർദ്ദിച്ചതിന് കേസാകുമോ എന്ന് വിചാരിച്ച് റമീസ് സോനയെ വീട്ടിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ സഹോദരൻ പറയുന്നുണ്ട്, സോനയുടെ സഹോദരൻ പറയുന്നുണ്ട് അവളുടെ മുഖത്ത് അടിച്ച പാടുകൾ ഉണ്ടായിരുന്നു, ചുണ്ട് പൊട്ടിയിരുന്നു. ഇതൊക്കെ അവർ ചെന്ന് മർദ്ദിച്ച സമയത്തെല്ലാം കൃത്യമായി പറഞ്ഞിരുന്നത് പൊന്നാനിയിൽ പോകണം, മതം മാറണം, മതം മാറി വിവാഹം കഴിക്കണം എന്നുള്ളതായിരുന്നു റമീസിന്റെ വീട്ടുകാരുടെയും ആവശ്യം. അതിനുശേഷം ഒരാഴ്ചയോളം റമീസ് സോനയും തമ്മിൽ വാട്സപ്പിൽ ചാറ്റുകൾ ചെയ്യുന്നുണ്ട്, കോൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ റെക്കോർഡ്സ് എല്ലാം പോലീസിനെ കിട്ടുന്നുണ്ട്. ഇപ്പോഴെല്ലാം റമീസ് പറഞ്ഞുകൊണ്ടിരുന്നത് മതം മാറണം എന്ന ആവശ്യം തന്നെയാണ്. അതായത് ചുരുക്കത്തിൽ സോനയെ മതം മാറ്റണം എന്നുള്ളത് റമീസിന്റെ വാശിയായിരുന്നു എന്നത് വ്യക്തമാണ്. അത് സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ, തെളിവുകളിൽ, കൂട്ടുകാരിയുടെ മൊഴിയിലെല്ലാം ഇതുണ്ട്. അപ്പോൾ ഞാൻ മതം മാറ്റം നിർബന്ധിച്ച് എന്നുള്ളത് ഒരു വകുപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തത്. പക്ഷേ അതുകൊണ്ട് കേരളത്തിൽ ഈ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരായ ഒരു നിയമമൊന്നുമില്ല. അത് ലവ് ജിഹാദ് ആരോപിച്ചാലും അതിന് നിയമപരമായി ഏതെങ്കിലും ഒരു വകുപ്പിൽ കൊണ്ടിടാനുള്ള വകുപ്പില്ലാത്തത് കൊണ്ടാണോ, സാങ്കേതികമായി എങ്ങനെയാണോ, അല്ല വകുപ്പ് ഉണ്ടായിട്ടും ഇത് ചേർക്കാത്തതാണോ എന്ന് വിശദീകരിക്കേണ്ടത് പോലീസാണ്. സഹോദരൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് മറ്റൊരു റീസൺ ഇല്ലല്ലോ സോനയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ. റമീസ് വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നു മതം മാറാതെ, എങ്കിൽ സോന ഇപ്പോഴും
റെഡിയായേനെ. അതുള്ള റമീസിന്റെ ഡിമാൻഡ് എല്ലാം അംഗീകരിച്ചതുപോലെയാണ് സോന നിന്നത്. അതായത് എല്ലാ കാര്യങ്ങളും അയാളുടെ എല്ലാ വശങ്ങളും മതമാറ്റം ഇല്ലേ? മതമാറ്റം നിർബന്ധിച്ചതിലാണല്ലോ റീസണായി നമുക്ക് ആത്മഹത്യയെ കാണാൻ സാധിക്കും. സോന നൽകിയത് ഒരു പരിശുദ്ധമായ പ്രണയമാണെങ്കിൽ തിരിച്ച് വിലപേശിയാണ് റമീസ് വീണ്ടെടുക്കാൻ നോക്കുക. അപ്പൊ അതിനും മാത്രം സോന അതിനകത്ത് വീണ് കഴിഞ്ഞു എന്ന് മറ്റൊരു കാര്യം കൂടെ നമ്മൾ പറയാം. അതിനകത്ത് റമീസിൽ ഇപ്പൊ ഇത്രയും ഒരാളെ എങ്ങനെയാണ് നമ്മൾ വെറുക്കുന്നത്, എങ്ങനെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സ്ത്രീകളെല്ലാം തന്നെ താൻ അത്രയും സ്നേഹിക്കുന്ന ഒരു പുരുഷൻ മറ്റൊരാളുമായി അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ തന്നെ അവർ അവിടെ നമുക്ക് മനസ്സിലാവും ഒരു. പക്ഷേ ഇവിടെ സോന അതുകൊണ്ട് തന്നെ ഇതെല്ലാം അംഗീകരിച്ചിട്ട് പോലും റമീസ് എങ്ങനെയാണ് തിരിച്ച് ട്രീറ്റ് ചെയ്തത്. മാത്രമല്ല റമീസിന്റെ കുടുംബം മൊത്തം ഇതിനകത്ത് നിന്ന് സോനയ്ക്കെതിരെ നടത്തുന്നു. അത് മാത്രമല്ല ജീപ്പിൽ വണ്ടി റെഡിയായി ഇട്ടിരിക്കുന്നു, നമുക്ക് പോയി ചെയ്യണം, മതം മാറ്റം നടത്തണം, ഇത് ഇങ്ങനെ പൊന്നാനിയിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് പിന്നിലുള്ള വശങ്ങൾ എന്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകും. ചിലപ്പോൾ കമ്മ്യൂണിറ്റിയാണ്, ആ കമ്മ്യൂണിറ്റിയിൽ അന്യമതസ്ഥരെ കിട്ടിയാൽ എനിക്ക് തോന്നുന്നു ആ പള്ളിയിൽ നിന്നെല്ലാം ചിലപ്പോൾ പുറത്ത് പോകേണ്ടി വന്നേക്കും. പക്ഷെ ബേസിക്കലി ഒരു തെമ്മാടിയാണ്. അതെ, അതിനകത്ത് അയാൾക്ക് പോലീസ് കേസുകളുണ്ട്, അതിന് മുൻപ് തന്നെ കുറെ കേസുകളുണ്ട്. മാത്രമല്ല അങ്ങനെ ഒരാളെ സ്വാധീനിക്കാൻ എന്തുകൊണ്ട് ഇപ്പം നമുക്കറിയാം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പണ്ട്. അപ്പോൾ ഇതിന് എത്ര രൂപ ഫണ്ടിങ് ചിലപ്പോൾ ഇതുമായിട്ട് മതമായിട്ട് ബന്ധപ്പെട്ടായിരിക്കില്ല ഇയാൾക്ക് ചിലപ്പോൾ ഇതുവഴി കിട്ടാൻ പോകുന്നത്. ചിലപ്പോൾ ഇത് സംശയങ്ങളാണ് ഇതിന്റെ. പോലീസ് ചിലപ്പോൾ ചിന്തിച്ച അതേ വശങ്ങളിലേക്കാണ് നമ്മളും ചിന്തിക്കുന്നത്. ചിലപ്പോൾ ഇതിന് വലിയ രീതിയിലുള്ള ചിലപ്പോൾ ഫണ്ടിങ് കിട്ടുമായിരിക്കാം. ഇപ്പോൾ റമീസിനെ പോലെ ഒരാളെ കൺവിൻസ് ചെയ്യാൻ ഒരാൾക്കും ഒരു വലിയ പാടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ല, ഇതിൽ കണ്ണികളുണ്ടോ? ഇത് എത്തി നിൽക്കുന്നത് എന്താണ്? ഇത് അവിടെ എത്തി സിറിയയിലെ ആടുമേയ്ക്കൽ വരെ എത്തുമോ? ഇവിടെ നടന്നിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. നമ്മൾ വിദ്യാസമ്പന്നരായ ആൾക്കാരെ പോലും അങ്ങനെ. അതെ, ഹാദിയ വിഷയത്തിലടക്കം നമുക്ക് ആ കാര്യങ്ങൾ അറിയാവുന്നതാണ്. പക്ഷെ ഇതിൽ എന്തെങ്കിലും ആസൂത്രിതമായ ഒരു കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കണം. അല്ലാതെ നമ്മൾ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിരുന്ന് നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. ഇതിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടത് ഇന്ത്യയിലെ സുപ്രീം കോടതിയോ ഈ കേരളത്തിൽ വന്നിട്ടുള്ള തെളിവുകൾ കേസുകളുടെ അടിസ്ഥാനത്തിൽ ഹാദിയ വിഷയത്തിലടക്കം ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല എന്നാണ് നിയമപരമായുള്ളത്. അത് അങ്ങനെ നിലനിൽക്കെ നമുക്ക് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കില്ല. പക്ഷേ അന്വേഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇതിനങ്ങനെ ഒരു വശം കൂടി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അന്വേഷിക്കാതെ പോലീസ് വിടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സീറോ മലബാർ സഭ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഈ രീതിയിലുള്ള ആംഗിൾ അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നത്. എല്ലാവരുടെയും ആവശ്യമാണല്ലോ.